ബഹിരാകാശ പരീക്ഷണങ്ങൾക്കും. സയൻസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. കോഴിക്കോട് താമരശ്ശേരിയിൽ ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി യാസർ കസ്റ്റഡിയിൽ. പ്രതി കൃത്യം നടത്തിയത് സ്വബോധത്തോടെയെന്ന് പോലീസ്. ഷിബിലയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു. ഷിബിലയുടെ മാതാപിതാക്കളുടെ ആരോഗ്യനിലയിലും പുരോഗതിയുടെ വിവരങ്ങളുമായി അഭിന ചേരുന്നു. അഭിന, വിവരങ്ങൾ. തീർച്ചയായും ഇപ്പോൾ ഷിബിലയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വലിയ രീതിയിലൊരു ആരോപണവും ഭരണകൂടത്തിന് മുൻപിൽ ഉണ്ട് എന്നുള്ളതും. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മളോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ചേരുന്നുണ്ട്. ശരിക്കും ഇതിപ്പോൾ രണ്ടാമത്തെ കേസാണ് ഈ പഞ്ചായത്തിൽ. ആഷിഖിന്റെ കേസ് വന്നിട്ടുണ്ട്. ഇപ്പോഴിതാ പുതുതായിട്ട് യാസിർ ഒരു ഭാര്യയെ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണ് ശരിക്കും ഈ ഒരു സ്ഥലങ്ങളിൽ സംഭവിക്കുന്നത്? ശരിക്കും താമരശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഈ 2 മാസം കൊണ്ട് 4 കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒന്ന് ഉമ്മയെ കൊന്ന മകൻ, 2 MDMA വിഴുങ്ങി മരിച്ചത്, അതുപോലെ തന്നെ ആഷിഖിൻ്റെ മരണം, ഇപ്പം ഷിബിലയുടെ മരണം. 4 മരണങ്ങളാണ് ഈ 2 മാസം കൊണ്ട് താമരശ്ശേരി പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ ഉണ്ടായിട്ടുള്ളത്. നിലവിലുള്ള താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലെ സ്ട്രെങ്ത് അനുസരിച്ചുകൊണ്ട് അവർക്ക് ഈ കാര്യങ്ങളൊന്നും കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരിക്കലും സാധിക്കുകയില്ല. 2010-2015 UDF ഗവൺമെൻറ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പ്രിയപ്പെട്ട സി മോയിൻകുട്ടി സാഹിബ് MLA നിയമസഭയിൽ അടിവാരം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പോലീസ് സ്റ്റേഷൻ, കോടഞ്ചേരി പോലീസ് സ്റ്റേഷനും അതുപോലെ തന്നെ താമരശ്ശേരി പോലീസ് സ്റ്റേഷനും വിഭജിച്ചുകൊണ്ട് അടിവാരത്തൊരു പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കണമെന്ന് നിയമസഭയിൽ സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നത്തെ ഗവൺമെൻറ് ഈ ഒരു വിഷയം വളരെ ഗൗരവത്തിലെടുക്കുകയും പോലീസ് സ്റ്റേഷൻ അടിവാരത്ത് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ ഒരുപാട് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ മാറി വന്ന ഗവൺമെൻറ് ഈ തീരുമാനം അട്ടിമറിക്കപ്പെടുകയും നിലവിലുള്ള താമരശ്ശേരിയും അതുപോലെ തന്നെ കോടഞ്ചേരിയും ആ സ്റ്റേഷൻ അതുപോലെ തന്നെ നിലനിർത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. അത് അവരെ സംബന്ധിച്ചിടത്തോളം ആ സ്ട്രെങ്ത് കൂട്ടുന്നതിന് വേണ്ടിയിട്ടും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഈ വയനാട് ചുരം ഉൾപ്പെടെ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ്. വയനാട് 9-ാം വളവിലും 8-ാം വളവിലും എന്തെങ്കിലും ഒരു അപകടമോ ഈ തരത്തിലുള്ള കഴിഞ്ഞാൽ താമരശ്ശേരി പോലീസാണ് വരേണ്ടത്. ചുരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂറും പോലീസ് നിരീക്ഷണത്തിലുണ്ടാവേണ്ട സ്ഥലമാണ്. പക്ഷേ അവിടെ പോലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നു കഴിഞ്ഞാൽ 2 മണിക്കൂറും 3 മണിക്കൂറും കഴിഞ്ഞാണ് പോലീസ് സംഭവ സ്ഥലത്തെത്തുന്നത്. ഈ മരിച്ച പെൺകുട്ടി, നമ്മളൊരു പ്രധാന മരിച്ച പെൺകുട്ടി ഈ കഴിഞ്ഞ 28-ാം തീയതി തൻ്റെ ഭർത്താവിൽ നിന്ന് തനിക്ക് വധഭീഷണിയുണ്ട്, തൻ്റെ ഭർത്താവ് രാസലഹരി ഉപയോഗിച്ചുകൊണ്ട് വളരെ അസ്വസ്ഥമായിട്ട് വളരെ പ്രയാസത്തിലും അതുപോലെ തന്നെ വ്യത്യസ്ത മനോഭാവത്തിലുമാണ് എന്നോട് പെരുമാറുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് 28-ാം തീയതിയാണ്. ഈ 28 കഴിഞ്ഞാൽ നമുക്കറിയാം ഷഹബാസിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം ഒട്ടാകെ മീഡിയകളും പൊതുസമൂഹവും ഒന്നടങ്കം ത്തിലുള്ള കൊലപാതകം, MDMA, രാസലഹരി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയത്താണ് ഈ പെൺകുട്ടി എൻ്റെ ഭർത്താവിൽ നിന്ന് എനിക്ക് വധഭീഷണിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത്. അന്ന് ആ പരാതി സ്റ്റേഷനിൽ ബന്ധപ്പെട്ട അധികാരികൾ ഗൗരവത്തിലെടുത്തിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും ഈ കുട്ടി മരിക്കില്ലായിരുന്നു എന്നതാണ് നമ്മളത് കാണേണ്ടത്. അതുകൊണ്ട് താമരശ്ശേരി പോലീസിനെ സംബന്ധിച്ചിടത്തോളവും ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്ന സമയത്ത് അവരെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ വരുന്നതിന് വേണ്ടിയിട്ടും അവർ ആക്ഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടും കാലതാമസം എടുക്കുന്നുണ്ട്. അവരെ ഭാഗത്തുനിന്ന് ഒരു മെല്ലപ്പോക്ക് മനോഭാവം ഉണ്ടായിട്ടുണ്ട്. ഇത് മാറുകയും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പുതുപ്പാടിയിൽ പ്രത്യേകമായ സർവകക്ഷി യോഗം വിളിക്കുകയും ആ സർവകക്ഷി യോഗ തീരുമാനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് എല്ലാ വാർഡിലും ഈ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ഒരു ജാഗ്രതാ സമിതി ഉണ്ടാക്കുകയും ആ ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ ഇതിനെതിരെ ഒരു ജനകീയമായ ഒരു ഇടപെടൽ വളരെ ശക്തമായി പുതുപ്പാടിയിൽ നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് അടിവാരത്തുൾപ്പെടെയുള്ള ചുരത്തുൾപ്പെടെയുള്ള ആളുകൾ ഉറക്കൊടിഞ്ഞ് നോമ്പ് കാലമായിട്ട് പോലും അവർ ഉറക്കൊടിഞ്ഞ് ചുരത്തിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന ആളുകളെ പിടിച്ചുകൊണ്ട് പോലീസിൽ ഏൽപ്പിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ണ്ട്. പക്ഷേ അവിടെയും നമ്മൾ കാണേണ്ടത് ഇപ്പോൾ ഈ പ്രതികളെ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ പിടിക്കുന്നതിന് വേണ്ടി തൻ്റെ മക്കളെയും കുടുംബയും ഒക്കെ വിട്ടുകൊണ്ട് ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന ആളുകൾ അവരാക്രമണത്തിനിരയാകുമ്പോൾ അതുപോലും ഒരു ഗൗരവത്തിലെടുക്കാതെ അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കാതെയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ ഉണ്ടാകുന്നത്. ഈ കോഴിക്കോട് നിന്നാവട്ടെ അല്ലെങ്കിൽ ഈ മലപ്പുറം സൈഡിൽ നിന്നാവട്ടെ ഈ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ അടിവാരം പോലുള്ള സ്ഥലത്തേക്ക് ചായ കുടിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് എത്താറുണ്ട്. അതൊരു പക്ഷേ ഈ ഇത്തരത്തിലുള്ള ഈ ലഹരി മരുന്ന് ഉപയോഗത്തിന് വേണ്ടിയിട്ടൊരു
കൊടുക്കുന്ന പോലെ തന്നെയല്ലേ? അപ്പോൾ അതിന് പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയ്ക്ക് എന്തൊക്കെ നടപടികളായിരിക്കും ഇതിനു വേണ്ടി നിങ്ങൾ സ്വീകരിക്കേണ്ടാവുക? അവിടെ 10 മണി കഴിഞ്ഞാൽ കട പൂട്ടണം. അതുപോലെ തന്നെ ഒരു പോലീസ് നിരീക്ഷണം ശക്തമായ രീതിയിൽ അവിടെ ഉണ്ടാവണം. അതുപോലെ ഒരു താൽക്കാലിക ലൈസൻസ് ഈ അവിടെ വരുന്ന ഈ തട്ടുകട നടത്തുന്ന ആളുകൾക്ക് കൊടുക്കണം. അവർക്ക് ലൈസൻസ് കൊടുക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. പക്ഷേ ഒരു താൽക്കാലിക ലൈസൻസ് കൊടുത്ത് ആരൊക്കെയാണ് അവിടെ കട നടത്തുന്നത് എന്ന ഒരു ലിസ്റ്റ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അതുപോലെ തന്നെ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ മതിയായ ലൈറ്റ് സംവിധാനങ്ങളും അതുപോലെ തന്നെ പോലീസ് സുരക്ഷയും ഏർപ്പാടാക്കണം. അന്യ സ്ഥലങ്ങളിലൊക്കെ തന്നെ പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ഹൈവേ ആണ്. ബാംഗ്ലൂരിൽ നിന്നും മൈസൂരിൽ നിന്നൊക്കെ തരുന്ന വാഹനങ്ങൾ കടന്നു പോകുന്ന സ്ഥലമാണ്. ഇവിടെയൊക്കെ വരുന്ന ഒരു സൗകര്യമായ സ്ഥലമാണ്. പക്ഷേ ഇത് ഈ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇതിൻ്റെ മാഫിയകൾ, ഇത് വിൽക്കുന്നവർ, ഇത് വാങ്ങുന്നവർ ഈ ഒരു സൗകര്യം അവർ ഉപയോഗപ്പെടുത്തുകയാണ് അവിടെ ഉണ്ടാകുന്നുള്ളത്. പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഇനി എങ്ങനെയായിരിക്കും ഇതിലൊരു ഇടപെടൽ നടത്തുക? ഇത് ഇല്ലാതാക്കണം എന്നുള്ളത് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് വരേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഒരു ഇടപെടൽ ഉണ്ടാവുക? പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകമായി പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർത്തിട്ട് ഈ സ്ഥലങ്ങളിൽ പ്രത്യേക നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ജാഗ്രതാ സമിതി ഉണ്ടാക്കുകയും ആ സമിതിയുടെ നേതൃത്വത്തിൽ ഒരു 24 മണിക്കൂറും ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ നിരീക്ഷണത്തിന് വേണ്ടി ഒരു സമിതിയെ രൂപീകരിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ളൊരു നടപടി ഉണ്ടാവും, പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരല്ലേ ഇതിൽ അടിമകളാകുന്നതും അതുപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായി പഴയ കാലങ്ങൾക്കൊക്കെ നമുക്കറിയാം ഏകദേശം ഒരു 25, 30, 40 വയസ്സുള്ള ആളുകളും ആ തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത്. ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ആൺ പെൺ വ്യത്യാസമില്ലാതെ ഈ പറയുന്ന രാസലഹരി ഉപയോഗിക്കുകയാണ്. ഇത് ഉപയോഗിക്കുക എന്ന് മാത്രമല്ല, ഈ അടുത്ത കാലത്ത് നമുക്കറിയാം ഇത് റിപ്പോർട്ട് ചെയ്ത കേസുകളിലൊക്കെ തന്നെ 16 വയസ്സും 17 വയസ്സുമുള്ള കുട്ടികളാണ്, വിദ്യാർത്ഥികളാണ് ഇത് ഉപയോഗിക്കുകയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്രൂരമായ രീതിയിലുള്ള കൊലപാതകങ്ങളും കുറ്റകൃത്യങ്ങളും നടത്തുന്നത്. അതോടൊപ്പം ഒരു ചോദ്യം കൂടെ, ാണ് അധികവും ഇതിൻ്റെ ഒരു കേന്ദ്രമായി ഉപയോഗിക്കുന്നത് മിക്ക ആളുകളും. കാരണം താമരശ്ശേരിയിലെ അധിക കൊലപാതകങ്ങളും എടുത്തു നോക്കിയാൽ രാസലഹരിയുടെ ഉപയോഗം അമിതമായി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ. എന്തുകൊണ്ടാണ് ഈ താമരശ്ശേരി എന്നുള്ളൊരു ഇടം തിരഞ്ഞെടുക്കാനും അതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ അധികമായി ഒരു കേസുകൾ, ക്രിമിനൽ കേസുകൾ അവിടെ വർദ്ധിക്കാനുണ്ടാകുന്ന ഒരു കാരണം എന്താണ്? അല്ല, സ്വാഭാവികമായിട്ടും ഈ അടുത്ത കാലഘട്ടത്തിൽ ഈ പറയുന്ന രീതിയിൽ 2 മാസം കൊണ്ട് 4 സംഭവങ്ങൾ ആയിട്ടുണ്ട്. അതൊക്കെ ഓരോ സമയങ്ങൾക്കനുസരിച്ച് കൊണ്ട് പല സ്ഥലങ്ങളിൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ യാദൃശികമായിക്കൊണ്ട് 4 സംഭവങ്ങളും ഒരുമിച്ച് താമരശ്ശേരിയിൽ വന്നതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമ്മൾ പറയുന്നത്. അതല്ലാതെ താമരശ്ശേരിയോ അതല്ലെങ്കിൽ ഈങ്ങാപ്പുഴ, അടിവാരോ അതൊന്നും പ്രത്യേകമായിട്ട് ഒരു ലഹരി കേന്ദ്രം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അടുപ്പിച്ച് ഈ പറയുന്ന രീതിയിൽ വളരെ യാദൃശികമായി 4 സംഭവം വന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് മായ രീതിയിൽ ഒരു നടപടി തന്നെ പഞ്ചായത്ത് അധികൃതർ കൈക്കൊള്ളുമെന്ന് തന്നെ ഘട്ടത്തിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ താമരശ്ശേരിയിൽ വിവിധ ഇടങ്ങളിൽ നിന്നും വിവിധ കേസുകളിൽ നിരവധി ആളുകളെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസും വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ് എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ. ഏതായാലും വരും ദിവസങ്ങളിൽ കൃത്യമായ ഒരു നടപടി തന്നെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇനിയൊരു ഇടവേളയാണ്. കേരള വിഷൻ ന്യൂസിന്റെ തത്സമയ വാർത്തകൾ നിങ്ങൾക്ക് ഇതോടൊപ്പം ഞങ്ങളുടെ യൂട്യൂബ് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലും തത്സമയം കാണാം.